ഗൈസ് നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ ആണ്. അപ്പോൾ ഇൻട്രോ കലക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് 2-3 വണ്ടികളൊന്നും സ്റ്റാർട്ട് ആകത്തില്ല. അപ്പൊ ഈ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഈ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ. എല്ലാ വണ്ടി 2 വണ്ടി. ഒന്ന് ഇത് സ്റ്റാർട്ട് ആകത്തില്ല, ഇതിന്റെ ബാലറ്റ് കംപ്ലൈന്റ്. പിന്നെ ഓമിന് സ്റ്റാർട്ട് ആവുമോ? ഓമിയുടെ ബാലറ്റ് അല്ല, നമ്മളിതെല്ലാം പറഞ്ഞു എന്നാന്നൊന്നും പറഞ്ഞില്ലോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ കൂത്തുറമ്പ് ഒരു സ്ഥലത്തോട്ട് പോവാണ്. അതായത് ഇന്ന് നമ്മുടെ വണ്ടി ഗീവ് അവേ കൊടുത്തായിരുന്നു. അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവ് അവേ കൊടുത്തായിരുന്നു, ഒരു പോളോ. അപ്പോൾ ആ വണ്ടി ഇന്ന് അത് കിട്ടിയാക്കുള്ള ഡെലിവറി ഫസ്റ്റ്, ദെൻ സെക്കൻഡ് പെയിന്റിങ് ആൻഡ് വാഷിംഗ് ആൻഡ് വണ്ടി കുട്ടപ്പനാക്കി വീട്ടിൽ കൊണ്ടുപോകും. ഗൈസ് നോക്കൂ, ഇത് ഞങ്ങളുടെ സുഹൃത്ത് ദിബു ഫ്രം മണിക്കടവ്. അപ്പം ഞാൻ എടുത്തു പറഞ്ഞേ, താടിയും ഇതൊക്കെ പോയല്ലോ. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ ഫൈനലി നമുക്ക് ആ എൻഡവർ ഇറക്കണം. ഇപ്പോൾ ഒരു കുറവുള്ള പുറത്തിട്ടുണ്ട്, എൻഡവർ ഇറക്കണം. അല്ല, അത് നമുക്ക് വണ്ടി അടിച്ചിട്ടാലോ? അവിടെ വണ്ടി അടിച്ചിട്ടിട്ട് എടുത്താൽ പോരെ? എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഓരോന്നോരോന്ന് തുടങ്ങണം. ഇതിനൊക്കെ കാറ്റൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. കാരണം ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ എടുത്തിട്ടില്ല. ഇതിറക്കണം. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് ഓമിനി ഇറക്കണം. അത് മാത്രമല്ല, ഓമിനിക്ക് മറ്റേ ഇതിനും സ്ക്രൂ അടിക്കണം. നമ്പർ പ്ലേറ്റ് കുറച്ച് വന്നല്ലോ. ഗൈസ്, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഇതിനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഓരോന്നായിട്ട്. ഇത് സ്റ്റാർട്ടാകുമോ എന്നുള്ള സംശയമാണ് ഈ വാഹനം. എന്നിട്ട് ഇതിൻ്റെ ബോണറ്റ് തുറന്നിട്ട് നമ്മൾ ജമ്പ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഓരോന്നായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ലോക്കൊന്നും അല്ലായിരുന്നല്ലേ? അല്ലല്ല. സുഗുണൻ അടിച്ചേ, ഇതിൻ്റെ ബ്രേക്ക് തൊടണമെന്ന് തോന്നുന്നു. അടിച്ചേ. ഓ ഇല്ല ഫ്രണ്ട് അറിയാവോ? അറിയാം. ചേട്ടാ ഒന്ന് പൊക്കി ചേട്ടാ പൊക്കി ചേട്ടാ. അറിയാലോ, പുള്ളിയൊക്കെ മറ്റേ അസോസിയേഷനുള്ള അതിൻ്റെ ഇതിൻ്റെ ഇവിടെ നോക്കിയേ, കിട്ടുന്നുണ്ടോ? കിട്ടിയില്ല. ഇവിടെ ആട്ടെ. ഇതിൻ്റെ ഒരു പ്ലഗ് പോലെ എന്ത് ഇതല്ലേ, ഇതിങ്ങനെ കിട്ടി. പിന്നെ അങ്ങനെ നിന്നോളും കേട്ടോ. ഹൈഡ്രോളിക് കൊണ്ടോ. ഇത് ഹോണ്ട എന്ന് പറഞ്ഞാൽ ഹീറോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനം കേട്ടോ. നമ്മുടെ ഹമ്മറിൻ്റെ ഉണ്ട്, ഹീറോയുടെ ഉണ്ട്. ഹമ്മറിൻ്റെ ഒരു ചേട്ടൻ തന്നതാണ്. ആയില്ലേ ഏട്ടേ, അവിടെ വരുന്നുണ്ടോ നോക്കിയേ. അപ്പം വന്ന് കാണുമല്ലോ, നോക്കിയേ. വന്നില്ലേ? വന്നു. അടി, ബ്രേക്ക് ഔട്ട് അടി. അടിയിടോ, കൂടുതൽ അടിക്കല്ലേ. പോയോ? കഴിഞ്ഞാ? ഇല്ല, ഒന്നും കൂടെ അടിച്ചേ. കഴിഞ്ഞു. ഒരു മിനിറ്റ്. സമ്പതി വാർത്താഹ ജങ്കല്ല സുഗന്ധ. അടിച്ചേ. മറ്റേ കീ തിരിക്കടോ, പീലാണോ? ഇല്ലേ, ഒരു മിനിറ്റ്. ഇവിടെ കളർ എത്തി നോക്കി. ഇവിടെ റെഡാ, ശരിയാ. ഒരു മിനിറ്റ്. ഒന്നും പറ്റില്ല, തിരിച്ചു കൊടുത്ത അത്രേ ഉള്ളൂ. തിരിച്ചു കൊടുത്തല്ല പിന്നെ ഇപ്പം മിന്നിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സിഗ്നൽ. അടിക്കല്ലേ ദിവ ചേട്ടാ, ഞാൻ പറയാം അടിക്കല്ലേ. അടിച്ചേ, നിൽക്കട്ടെ. കീഴെ പച്ച സിഗ്നൽ വല്ലതും കാണുന്നുണ്ടോ ദിവ ചേട്ടാ? ആയില്ലേ? നോക്കിയേ, അടിക്കല്ലേ. അടിച്ചേ. ഉംബലേഷ് എടുക്കാം. ഗൈസ്, ഫൈനലി നമ്മുടെ ചെറുക്കൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. ഇതുകൊണ്ട് ഓമിന് അടിക്കാൻ പറ്റും വണ്ടി. ഇപ്പം ഇതുകൊണ്ട് അടിക്കാൻ പറ്റൂല കേട്ടോ. പറ്റൂല, മറ്റേ കുത്തിവെച്ച് മറ്റേ ഓമിന് അടിക്കാൻ പറ്റുമോ നോക്കിയല്ലോ. ഓമിന് അടിക്കാൻ പറ്റുമോ നോക്കാം. അത് ചിലപ്പോൾ നടക്കും, ചെറിയ വണ്ടിയല്ലേ. ചേട്ടാ ഓമിന് അടിച്ചേ. തിരിച്ച് റിവേഴ്സ് എടുക്കണം. ഇതിൻ്റെ അത് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് നമ്മൾ, ഫാനോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഈ ഡോർ തുറന്നു കൊടുക്കണം അമ്മേ. എന്നാൽ ഇതങ്ങോട്ട് കൊണ്ട് വെച്ചേ. ഉള്ളിൽ നിന്ന് തുറന്നു അമ്മേ, ഈ ഫാൻ അങ്ങ് എടുത്ത് വെച്ചേ. എന്നാ കൊണ്ടുപോക്കടാ. വണ്ടി ഒരു സന്തോഷം കണ്ടോ. കൊണ്ടുപോക്ക്, എടുത്തോ. ഓരോന്നോരോ കൊണ്ടുപോക്ക്. എടുത്തോ മൈക്കളെ. ദീച്ചേട്ടാ അടിക്കല്ലേ, ന്യൂട്രലാണെന്ന് ഉറപ്പ് വരുത്തണേ. ഇല്ല, മറ്റേ വണ്ടിയുടെ ഫ്രണ്ട് നമ്മൾ ഇന്ന് വേണ്ടാന്ന് പണിയേണ്ടി വരും. ശ്രദ്ധിക്കണേ. റെഡിയല്ലേ? അല്ല, നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, അതില്ലേ? അടിക്കല്ലേ. അതൊന്നും നോക്കണ്ട, അടിച്ചോ. ഓഫാക്കിയായിട്ട് എവിടെയെങ്കിലും പിടിച്ച് ഗ്ലാസ് പോരിപ്പോ. റൗണ്ട് തിരിക്കുക. അടിച്ചോ, ക്ലച്ച് പിടിച്ചടിച്ചോ. കീ തിരിക്കടോ. ഒന്നും ചെയ്യില്ലേ, ക്ലച്ച് തന്നെ വെച്ചോ. അങ്ങനെ വെച്ചോ. റൈസ് കൊടുക്കേട്ടാ.
അമ്മ ഇതങ്ങ് എടുത്ത് വെച്ചോ. മറ്റേത് വേണം. ഇതും കൂടെ കൊണ്ടുപോയേക്കാം. ആ ചേട്ടാ ഈ വണ്ടി മറ്റേ സാധനത്തിലല്ലേ എടാ അല്ലേ? 2 ജമ്പർ പണി കിട്ടില്ലേ? ആയില്ല ഇതിട്ട് ഒന്നും ചെയ്യില്ല. ക്ലച്ച് വിടില്ല, ഒന്നും ചെയ്യില്ല. നൂറ്റാണെന്ന് ഉറപ്പ് വരുത്തിട്ട് ആദ്യമായി വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വെക്കുക. എന്നാ എന്റെ മൈക്കിളെ നീ ഒരു വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വെച്ചേ ഫസ്റ്റ്. കേട്ടാ ഇതൊന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചേ. വിട്ടേ, എടുത്തേ, കാലെടുത്തേ. ആ വെച്ചോ, അങ്ങനെ വെച്ചോ. ഒന്നും ചെയ്യണ്ട. എണ്ണയുണ്ടാ? ഇറങ്ങിക്കോ. ആ ഒന്നും ചെയ്യണ്ട, ഇറങ്ങിക്കോ. എണ്ണയുണ്ടാ? ആ എണ്ണ ഉണ്ടോ ഗൈസ്? ഓ ഇതിനെല്ലാം സ്ക്രൂ അടിക്കണം അല്ലേ? ഞാൻ ഞെക്കി വെച്ചാൽ മതി. ഇത് മാത്രമല്ലേ? ആ മറ്റേ സ്ക്രൂ അടിക്കണം. കൊച്ചി ഇതെല്ലാം കളയും. അഭിരാമി ഇതെടുത്തിട്ട് വന്നേ. പിന്നെ ഹമ്മറിന്റെ നീ ഹമ്മറിന്റെ ജമ്പറും അതിന്റെ ഇത് എടുത്തോണ്ടോ? ലിവിൻ ചാർജ് ചെയ്ത് വെച്ചെന്നാ പറഞ്ഞ. എവിടെ വെച്ചാ? അല്ല, കർപ്പല ചേർന്നു. അത് കഴിഞ്ഞു. അത് മറ്റേ അടിക്കാൻ പറ്റുന്നില്ല. ഇതെടുത്തിട്ട് വാ ഗൈസ്. എല്ലാ വണ്ടി നമ്മൾ പണിത് കുട്ടപ്പനാക്കാൻ വേണ്ടി പോലെ 2026 വണ്ടി എല്ലാം കുട്ടപ്പനാക്കാം അല്ലേ? അതെ, അങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റ്. എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് അങ്ങനെ പൂർത്തിയാക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത് എങ്ങനെ ഊരി എടുത്തെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഓ സമ്മതിക്കണം കേട്ടോടാ. ഞാൻ പോലും കൊച്ചിനെ നോക്കിയിട്ട് അതിനാ മതിയായിരിക്കും. ചേട്ടാ വീണു നന്നായിട്ട് ഇട്ട് മൊത്തം ഇട്ട്. എടാ ഇപ്പൊ ഇത് കൊണ്ടുവരും. ഒരു നമ്പർ പ്ലേറ്റ് വെച്ച് ഇതിന് ബിറ്റടിക്കേണ്ടി വരും. ഇത് ബിറ്റടിക്കണം. ഇതിന് ബിറ്റടിക്കേണ്ടി വരും. ഇപ്പോൾ അടിക്കും. ഇത് ബിറ്റേ നിന്ന് അതിനെന്തോ കാണിച്ച് ഒറ്റ വലിയ ആട്ടത്. വലിയല്ല, അതിനെ മേളിൽ കയറി നിന്നാ ഒരു ബിറ്റും കൂടി ഞാൻ കാണിച്ചേ. ഇതിന് മേലല്ലേ? ഇനി ഇതും ടൈറ്റ് ആക്കിയിട്ട് നമ്പർ പ്ലേറ്റിലാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ തൂക്കും ഉറപ്പായിട്ടും. അപ്പനെ തൂക്കും പോലീസുകാർ. പണിയുടെ സ്ക്രൂവും അടിക്കുന്ന സാധനം. ഗൈസ് ഫൈനലി നമുക്ക് ഈ സാധനം ഇതിലടിച്ചാൽ മാത്രമേ ഇതൊരു നമ്പർ പ്ലേറ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, സക്സസ് ഗൈസ്. ഫൈനലി കണ്ടല്ലോ, നീ കളഞ്ഞതാണിത്. നീ കളഞ്ഞതാണിത്. ഒന്നും അറിയത്തില്ലാതെ മാറി. ഒരു ബിറ്റ് ഓമിനിക്ക് ഒന്ന് അടിച്ചു കൊടുത്താരേ അവനെ. ലിബിനെ ഈ ഓമിനിക്ക് ഒരു ബിറ്റ് അടിച്ചു കൊടുത്താരേ. വേണോ? നല്ല നമ്പർ പ്ലേറ്റ് എന്തിനാ കളയുന്നത്? വേണ്ട കേട്ടോ, പോകത്തൊന്നുമില്ല. ഗൈസ് നമ്മൾ നമ്മുടെ അടുത്ത ജമ്പർ എടുത്തിരിക്കുകയാണ് ഈ ആവശ്യത്തിന് വേണ്ടി. ഫൈനലി നമ്മൾ ഇതിൻ്റെ ഇവിടെ കൊടുത്തു, ഇതിൻ്റെ ഇവിടെ കൊടുത്തു, എല്ലായിടത്തും കൊടുത്തു. സ്റ്റാർട്ട്. ആ ആയി. അടി നിർത്ത്. അടിക്കല്ലേ? അടിച്ചേ. ഒന്നും ചെയ്യല്ലേ? ഇത് ഒറ്റ അടിക്കും കൂടെ കിട്ടുള്ളൂ. ഒന്നും ചെയ്യല്ലേ? കാണിച്ചേ. നീ മറ്റേ താക്കോൽ എടുത്തിട്ട് വന്ന അഭിരാമി. താക്കോലിന്റെ മറ്റേ മാർക്ക് ചെയ്തിട്ട് ആയില്ല. താക്കോലിന്റെ ചേട്ടാ, ആ താക്കോലല്ല മറ്റേ താക്കോലാ. കിട്ടി. ഓക്കെ, സ്റ്റാർട്ടായി. ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ. അങ്ങനെ തന്നെ ഓഫാക്കൊന്നും വേണ്ട. സാധനം ഉരിക്കട്ടെ. ഈ സാധനം ഉണ്ട്. എന്ത് ആളുടെയും സാധനങ്ങളൊന്നും നമ്മൾ ചുമന്ന് നടക്കണ്ട ഒരു ആവശ്യമില്ല. ഈ ചേട്ടാ ഇത് അങ്ങോട്ട് വെച്ചു. ഉള്ളി വെച്ചോ. തമ്പരാട്ടി കൊച്ചമ്മ പറഞ്ഞൊന്നും കേട്ടില്ല. അങ്ങനെ ഒരു ബാറ്ററി കൊടുത്തോണ്ടിട്ടാണ് കറക്റ്റ് ആയാൽ. ഇപ്പൊ നോക്കി ഇത്രയും പോകുന്ന സാധനം മതി ഒരു വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്പർ പ്ലേറ്റ് ഒക്കെ look at my mom. Guys, നോക്കൂ, my mom is now is cholesterol is normal, but sugar is how much sugar? എത്ര? അത്രയല്ലേ ഉള്ളൂ. 200. മമ്മിക്ക് 100 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ എങ്ങനെ കൂടിയതാ? ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ളത് 285. നമ്മള് ഇത് നോക്കിയതാ റാൻഡം. അപ്പൊ മമ്മിക്ക് ഞങ്ങൾ ചങ്ങനാശ്ശേരിന്ന് ഡോക്ടറെ കണ്ട ഡോക്ടറെ കണ്ടിട്ട് മമ്മിക്ക് മെഡിസിൻ ഇപ്പൊ ഓൺലൈൻ ത്രൂ ഞങ്ങൾ വരുത്തിക്കുന്നു. അതെ, എന്നെ ആയുർവേദം അല്ല ഷുഗറിന് കിട്ടത്തില്ലല്ലോ. ഷുഗറിന് ഇവിടെ തന്നെ കാണിക്കണം. മമ്മി ഷുഗറിന് നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. ഇത് വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ എൻഡവർ ഇറക്കിയാൽ മാത്രമേ നമുക്ക് ഇതെല്ലാം ഇറക്കാൻ പറ്റുള്ളൂ. പിന്നെ പേക്കിലെ കുത്തെടുത്ത് തരുവാടാ. എടുത്ത് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ആക്കണേ. ടൈറ്റാ ആണോ? ഓക്കെ, ഞാൻ ഫ്രണ്ടിലേക്ക് എടുക്കാൻ പോവുകയാണ്. സ്ഥലം ബാബാ ബാബാ എടുക്ക ബാബാ. എടുത്തോ ബാബാ. നമ്മുടെ എൻഡവർ ഗൈസ് ഫൈനലി നമ്മുടെ എൻഡവർ നമ്മൾ ഇറക്കും കേട്ടോ. ആ സൈഡിൽ നമ്മുടെ എൻഡവർ ബേക്ക് വെക്കണം കേട്ടോ. ഇവിടെ ബേക്ക് കുറച്ച് സംഭവങ്ങളുള്ള കാരണം ബേക്ക് വെക്കണം. ബാബാ ആ മതി.
എന്താ പറയുക, ഒറ്റ അടിക്ക് ഓടിഞ്ഞു കിട്ടിയാട്ടെ. ഗൈസ് നോക്കൂ, ഒന്ന് അതിനെ കൊണ്ടുപോകണം, പിന്നെ ഒന്ന് ഇതെടുക്കണം, അല്ല ഇതെടുക്കണ്ട സോറി, അക്കൗണ്ട് എടുക്കണം, പിന്നെ ഒരെണ്ണം ബേക്ക് ചെയ്യുന്ന ഓമിനി എടുക്കണം. ഇത്ര സാധനമാണ് നമുക്ക് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പരിപാടി നടത്താൻ. പിന്നെ പോവാടാ പോവാൻ തീച്ചേട്ടൻ അക്കൗണ്ട് എടുത്തോളൂല്ലേ? തീച്ചേട്ടൻ അന്ന് ഉറങ്ങി. ഗൈസ് ഞങ്ങളെ അതായത് ലിബിൻ ആദ്യമായിട്ടാണല്ലോ ലോങ് ഒരു യാത്ര നടത്തുന്നത്. അപ്പോൾ ലോങ് വണ്ടി ഓടിക്കും ലിബിനാണെങ്കിൽ ഓടിക്കണം. നീ എന്നെ കഴിഞ്ഞ ദിവസം ഒരു അപമാനിച്ചല്ലോ. 250-300 കിലോമീറ്റർ നീ കൊണ്ട് ഓടിക്കാൻ കൊള്ളുമോ എന്ന് എന്നോട് ചോദിച്ചില്ലായിരുന്നു? ഞാൻ ഓടിച്ചായിരുന്നു, മറന്നുപോയായിരുന്നു. എന്റെ ഭാഗ്യം. ലിബിനെ കഴിഞ്ഞ ദിവസം ഞാൻ പുച്ഛിച്ചായിരുന്നു. അപ്പോൾ അവനത് മറന്നുപോയി. ഭാഗ്യം. എടുക്കുമോ? റിവേഴ്സ് എടുക്കുമോ? അല്ലെ ഞാൻ എടുത്തിരുന്നോ? എടുത്തു ഞാൻ പറഞ്ഞുതരാം കറക്റ്റേ. പിന്നെ ഇവിടുന്ന് അങ്ങനെ എടുത്തിട്ട് അവിടെ എവിടെ വെച്ചാൽ മതി കേട്ടോ. അങ്ങ് പോവുകയാണ്. കൂത്തോർമ്പാണ് ലക്ഷ്യമേ. കൂത്തോർമ്പ് പിന്നെ അവർ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞേ. എണ്ണ ഉണ്ടോ ചേട്ടാ? ഗ്ലാസ് ആദ്യം ഒതുക്ക്. ഹാൻഡ് ബ്രേക്ക് താത്തി. എണ്ണ ഉണ്ടോ? എണ്ണ കുറവ് എല്ലാത്തിനും അടിക്കേണ്ടി വരും കേട്ടോ. 1000 വെച്ച്. ലിബിനെ അത് നമുക്ക് ഇവിടുന്ന് അടിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ കാർഡ് കൂടെ എടുത്തരേ. അതിൻ്റെ നടുക്കത്ത് പോലെ അത് വയലറ്റ് നീലക്കാർഡ് എടുപ്പുണ്ട്. ബാബാ പോരെ നേരെ പോരെ ബാബാ. നേരെയല്ല, നേരെയാക്ക്. നേരെ വാ, പെതിയെ ബാബാ. നേരെ വാ ബാബാ. ബാബാ നേരെയാക്ക്. ബാബാ നേരെയാക്കി തിരിച്ചേട്ടാ. ആ സൈഡിലോട്ടാക്ക്. നേരെയാക്ക്. ഓക്കെ പോകൂ. ഞാനൊന്ന് ഇങ്ങനെ എടുത്താ കേട്ടോ. അപ്പോൾ എൻ്റെ സൈഡ് വരഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഫുള്ള് അവിടുന്ന് ഡൽഹിയിൽ നിന്ന് പെയിൻറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന വേണ്ടി. ഇതിപ്പോൾ എടുക്കാത്തതുകൊണ്ടാണ് തീരെ സൗണ്ടൊക്കെ. അല്ലെങ്കിൽ സൗണ്ട് എയറടിക്കാൻ സാധനം ഉണ്ടോ? ബേക്ക് എയറില്ല. എയറടിക്കാൻ സാധനം എടുത്തു. ഒരു തൊള്ളിയില്ലേ? അതോ ഇല്ല, നമുക്ക് പമ്പിൽ നിന്ന് അടിക്കാൻ പറ്റിയ സെറ്റപ്പാണോ? അത് പമ്പിൽ നിന്ന് അടിച്ചാൽ മതി. നോക്കിയേ. അത് പോകും. അത് പോകും. പിന്നെ എല്ലാത്തിനും അങ്ങനെ തന്നെയാ. അടിക്കുന്ന ചേട്ടാ ഇച്ചിരി ഒതുക്കി വെച്ചോട്ടാ. അടിച്ചാലോ? എയർ അടിക്കാൻ സാധനം എടുക്കാം. ഞാൻ ഓമിനിയും കൂടെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് പോരെ. ഗൈസ് ഫൈനലി അങ്ങനെ നമ്മുടെ ഓമിനി ഏറ്റവും ടാസ്ക് അതാ കേട്ടോ. ഗിയർ വണ്ടി ആയതുകൊണ്ട് ഓഫ് ആക്കി കഴിഞ്ഞാൽ പണി കിട്ടും. ബാബാ എന്നാ മേ? ബാബാ ഓഫായ പണി കേട്ടും. 2 ബാറ്ററി മേടിക്കണം. വായോ. വായോ. വരട്ടെ. ഫുള്ളടിച്ചോ ബാബാ? ഫുള്ളടിച്ചോ? അവിടെ കല്ലുണ്ടേ. കിട്ടുമോ? പോട്ടെ. ഇതെന്തേ മഞ്ഞ ചെമ്പർ എവിടെയാ? അന്ന് എടുക്കാവോ? അകത്തുണ്ടോ? വണ്ടിയിൽ വെക്കണം. എല്ലാം ഓഫാക്കി കഴിഞ്ഞാലോ? പോട്ടെ. മറ്റേ വന്നിട്ട് എടുക്കാവനെ. മറ്റേ വണ്ടി വന്നിട്ട് എടുക്കാം. അതിനല്ലെന്ന് മഞ്ഞ ചെമ്പർ ഏതെങ്കിലും ഓഫായി പോയി കഴിഞ്ഞാൽ അതല്ലെന്ന് മറ്റേ വണ്ടി വന്നിട്ട് എടുക്കാം. ഇത് കയറ്റി വെക്കാം. എൻ്റെ കയറ്റി വെക്കും. അത് കയറ്റി വെച്ചോളൂ. അഭിരാമി കയറ്റി വെച്ചോളൂ അല്ലേ? പോട്ടെ. ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഒരെണ്ണത്തിന് എയർ കുറവാട്ടോ ഈ ടയറിന്. അപ്പോൾ ഇതിന് എയർ അടിക്കണം. ഇത്ര ദിവസമായില്ലേ? ഈ ടയറിന് മാത്രമല്ല കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഒറ്റ ടയറിന് അല്ലേ? വേറെ വണ്ടിയുടെ ടയറിന് പ്രശ്നമില്ല. 7 ആകെ. 7? വെറും 7. ഞാൻ 30 വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരുന്ന് സ്റ്റാർട്ട് ആ സമയം കൊണ്ട് കാർഡ് എടുത്തിട്ടോ. ഒരു കാർഡ് കാണുന്നില്ല. നമ്മൾ കൊണ്ടുപോകുന്നത് ഈ വണ്ടിയും 1, 2, 3 ഈ വണ്ടിയും. ദിസ് ഈസ് അവർ സ്പെഷ്യൽ വെഹിക്കിൾ. ഇതാണ് ആദ്യ നെപ്പോളിയൻ. ഇതിൻ്റെ ഇത് പോയി കേട്ടോ. ഇപ്പോൾ ടെസ്റ്റ് ആട്ടോ. ഇവന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 മാസം കൂടെ ഉള്ളൂ ടെസ്റ്റിന്. അതെ, ടെസ്റ്റാണ് കേട്ടോ വണ്ടിയുടെ. അപ്പോൾ ടെസ്റ്റ് നടത്തണം. ഫ്രണ്ടിലെ കൊറോള ഇതെല്ലാം. എന്നാ അതിൻ്റെ താക്കോല് അതിൻ്റെ നീ ഓടിക്കാനുള്ള വണ്ടിയുടെ. മറ്റേ ഞാൻ ഒഴിഞ്ഞു. രാജിക്കത്ത് കാശ് ഞാൻ പോയിട്ടെ എണ്ണ അടിക്കാനുള്ള ക്രെഡിറ്റ് കാർഡ് ഒപ്പിക്കട്ടെ. മൈക്കിളിൻ്റെ എളിയൊക്കെ കണ്ടിട്ട് മൈക്കിളെ കൊണ്ടാനുള്ള സെറ്റപ്പാണല്ലോ മൈക്കിൾ ചോദിക്കുന്നത്. എന്നാ മോനെ? അമ്മനെ ഏതമ്മി? ഹായ് മാൻ. നീ ആദ്യം പൊക്കോ. നിനക്ക് വഴി അറിയാവോ? കുന്നാത്ത് പമ്പി നിർത്തണേ. തലശ്ശേരി റൂട്ടല്ലേ? കേറെൻ്റെ പൊന്നില്. പിന്നെ ഇനിയിപ്പോൾ 1000 സംശയം 1000 ചോദ്യമായിരിക്കും. നിങ്ങൾ ബേക്ക് വരണേ. അത് ഞാൻ ഓഫായി പോയി കഴിഞ്ഞാൽ ഏതാ അതല്ലേ ഗൈസ്. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വാഹനത്തിൽ തിരിക്കാം. അപ്പോൾ എന്തായാലും എണ്ണ അടിക്കണം കേട്ടോ. എല്ലാം വണ്ടിക്ക് 1000 രൂപയുടെ എണ്ണ അടിക്കേണ്ട അത്യാവശ്യമാണ്. ഇതിനിപ്പോൾ റിന്യൂവലുമായി. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഇനിയിപ്പോൾ അവരെടുത്തിട്ട് കാണാം. പോച്ചാടി അയിലടിക്കുന്നില്ല, ഇതിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. ഗൈസ് ഞങ്ങളും ചേട്ടനും കൂടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഗീവ് അവേ പ്രഖ്യാപിച്ചായിരുന്നു. അത് പോളോ കാർ. അപ്പോൾ അതിൻ്റെ വിന്നർ ഞങ്ങളുടെ കന്നി ഗീവ് അവേയും
അതിൻ്റെ കന്നി വിന്നറുമാണ്. പേര് ശരത്ത് ചേർത്തലക്കാരനാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും കൂട്ടുകാരും കൂടെയാണ് അവർ വന്നേക്കുന്ന കാറ് വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾറെഡി ഇതിൻ്റെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് ചേട്ടന് നമ്മൾ കൈമാറുവാണ്. നമ്മുടെ കന്നി ഗിവും കന്നി ഡെലിവറിയും കഴിച്ച് നോക്കൂ. അപ്പം പുള്ളി ഇൻഡസ് മോട്ടോഴ്സാണ് വർക്ക് ചെയ്യുന്നത്, അതായത് വണ്ടി സെയിൽ ചെയ്യുന്ന പരിപാടി. പക്ഷേ പുള്ളി സ്വന്തമായിട്ടൊരു കാറില്ല, പക്ഷേ ഒരു ബൈക്കുണ്ട്. അപ്പം ആദ്യമായിട്ട് പുള്ളിക്ക് ഒരു കാർ ഇട്ട് എന്തായാലും പുള്ളി ചേർത്തലയിൽ നിന്ന് നമ്മളിവിടെ വന്നു. എന്തായാലും സന്തോഷമില്ലേ? സന്തോഷം. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ കീയും സംഭവമൊക്കെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കൊച്ചിന് കൈമാറി എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവർ ഇവിടുന്ന് വണ്ടി ഓടിച്ച് ചേർത്തലേക്ക് പോവുകയാണ് അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, മീറ്റ് ഒക്കെ കൂടുതൽ വന്നവരാണ്. പേരെന്നാ? പേര്? എല്ലാവരും ചേർത്തലക്കാരാണ്. അപ്പം സുഹൃത്തിന് വണ്ടി കിട്ടി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി കറങ്ങാൻ പോവാം, വെള്ളമൊക്കെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഗൈസ് നോക്കൂ, അതേ സമയത്ത് തന്നെ നമ്മൾ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റും സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് പെയിൻറ്റ് ചെയ്യലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് അല്ലേ? അവർ പോവുകയാണ്. അവർ ചേർത്തല എത്തണം. ചേർത്തല ഇവിടെ വൈകുന്നേരമൊക്കെ ആവും അല്ലേ ദിവചേട്ടൻ? ഒരു വൈകുന്നേരമൊക്കെ ആവും ദിവചേട്ടൻ എന്തെങ്കിലും ഇച്ചിരി കൊടുത്തണം. ഗൈസ് നമുക്ക് ദിവചേട്ടൻ ഉഷാറായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നേരെ വണ്ടി ഓമിനി പെയിന്റ് അടിക്കണം, കൊറോള ഇതിനെല്ലാം പെയിന്റ് അങ്ങനെ ചേട്ടൻ അടിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് അവിടെ കൊണ്ടുപോകും. അതെ, ഒരു എത്ര ദിവസം കൊണ്ട് തരും? തെളിവ് വരട്ടെ. പുള്ളി സ്റ്റാർട്ട് ചെയ്യട്ടെ. പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ട് ക്ലാസ് കത്തിക്കാം. നിങ്ങൾ പോകുന്നൊരു ഇതും കൂടെ കാണിക്കട്ടെ. വണ്ടി സ്റ്റാർട്ടായി. പെട്രോൾ ആയതുകൊണ്ട് സ്റ്റാർട്ടായി. പെട്രോൾ കേട്ടോ. പെട്രോൾ അല്ലേ? ലൈസൻസ് ഇല്ലേ? മേടിക്കാനില്ല. എല്ലാം മാറ്റിയല്ലേ ഏട്ടേ? അവൻ്റെ പേരിലേക്ക് മാറ്റി കൊടുത്തില്ലേ? ഗീറില്ല. ക്ലച്ച് പിടിക്കേ അടി. ഇതിന് ഫസ്റ്റ് എടുത്ത് പറഞ്ഞു കൊടുത്താ ഞെക്കിയിട്ട് ഇടണ്ടെന്നുള്ളത് അറിയില്ലേ? മറ്റേ ഞെക്കിയിട്ടുള്ളതെന്നുള്ള ഓക്കെ. അങ്ങനെ ആലപ്പുഴയ്ക്ക് അവർ ഒരു കാറായി പോവുകയാണ്. എന്ത് നല്ലൊരു കാഴ്ച. നമ്മുടെയൊക്കെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും പങ്കെടുത്താൻ എന്നൊരു കാറ് സ്വപ്നം കണ്ടോ വണ്ടി വന്നു. നമ്മൾ പറഞ്ഞ സാധനം കൊടുത്തു കേട്ടാ. അപ്പോൾ അവർക്ക് ആ വണ്ടി കിട്ടുന്നത് വളരെയധികം സന്തോഷം. അണ്ണന്മാരുടെ വർക്ക്ഷോപ്പിലേക്ക് കേൾക്കട്ടെ. ഫസ്റ്റ് അൾട്ടിസ് തരണം. കൊറോള അല്ല ഇത് തരണം, അക്കോഡ് തരണം. ഇത് പിന്നെ ഇച്ചിരി സമയം എടുത്താലും കുഴപ്പമില്ല. അത് ടെസ്റ്റാ. ടെസ്റ്റ് 4 ആണോടാ? 4-3 മാസം കഴിഞ്ഞാൽ നമുക്ക് പോവാം. നമ്മുടെ സ്ഥലത്തോട്ട് പോവാം. നമ്മുടെ ഏരിയയിലേക്ക്. അതെ, ഓമിന് സമയം എടുത്ത് കൊണ്ട് തന്നാൽ മതി. കൈസ് നോക്കൂ, അതായത് വണ്ടിക്കെല്ലാം പെയിന്റിങ് സംഭവം ഉണ്ട്. അപ്പം ഇതാറ് ഇന്നോവ. അവൻ വണ്ടിയിൽ നിന്ന് മാറി അടുത്ത ആളെ ഓടിക്കുന്നത്. അവൻ മാറി എത്തുന്നതാ അടുത്ത ആളെ ഓടിക്കുന്നത്. അടുത്ത ആള് കയറിട്ടോ ആള് മാറി കയറി കേട്ടോ. അവര് മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു അതിലൊരാൾക്ക് എക്സ്പീരിയൻസ് ഉള്ളതെന്ന് തോന്നുന്നു വണ്ടി ഓടിച്ച്. അതാ സംഭവം എന്ന് എനിക്ക് തോന്നുന്നത്. അല്ല വെള്ളം കുടിക്കാണ്ട് പോകുന്നതാണോ? എനിക്ക് ഇതുവരെ വിശ്വാസം ഇത് കിട്ടിയെന്നുള്ള എനിക്ക് അങ്ങനെ ആട്ടോ തോന്നുന്നേ. അവർക്ക് ഇതുവരെ സാധനം കിട്ടിയെന്നുള്ള ഒരു വിശ്വാസം സത്യം കേട്ടോ, നമ്മൾ കൊടുത്തെന്നുള്ള വിശ്വാസം. എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയായിട്ട് പോവാം. ഇവിടുന്ന് എന്താ ദൂരം ഉണ്ട്? ഡ്രൈവർ മാറിയതാ. 10 നിങ്ങൾ നമ്മുടെ അടുത്ത് പുള്ളി ക്രിസ്റ്റ് എടുത്തോട്ടെ. ദുരിതതുല്യമായ ഒരു യാത്രയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്തത്. അപ്പം ഇല്ലല്ലോ, ഓമിനി ഓഫായി. ഇനി സ്റ്റാർട്ട് ചെയ്യണം. പണി വാളി വേണോ? അത് പോക്കോട്ടെ, നമ്മുടെ എല്ലാ സാധനം ഉണ്ട്. നമുക്ക് ഓമിനി സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രലാണല്ലോ. അവിടെ അല്ലല്ലോ അല്ലേ, പിന്നെ അപ്പുറമല്ലേ? അല്ല മറ്റേ സാധനം വെക്കുന്നല്ലേ. തന്നെ ഓഫായതാ. എടാ ഫുൾ ടാങ്ക് ആയിരുന്നല്ലോ, കവിഞ്ഞൊഴുകി. കുത്തിട്ട് ഓണാക്ക്. അത് കുത്താൻ പറ്റിയില്ല, ഇപ്പം കഴിവില്ലാതെയാവും. എവിടെ കുത്തും? ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മുടെ 3 വണ്ടി നമ്മൾ അങ്ങനെ പണിയാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗാഡി. അതായത് നിലവിൽ ഇതിൻ്റെ ഒക്കെ കണ്ടീഷൻ പെയിന്റിംഗ് ഭാഗത്ത് കുറച്ച് പരിപാടി വണ്ടി ആയതുകൊണ്ട് എന്താണല്ലോ ഒരച്ചിലും പിടിക്കില്ല. എന്താണ് എല്ലാ വണ്ടിക്കും ഉണ്ട്, അതുപോലെ ഇതിനും ഉണ്ട്. അപ്പോൾ നമ്മൾ പെയിന്റ് അടിച്ച് റെഡി ആക്കി. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാട്ടോ, ഇതിന് പെയിന്റ് അടി ഉണ്ട്, അതുപോലെ തന്നെ ഇതിന് പെയിന്റ് അടി ഉണ്ട്. പിന്നെ അതുപോലെ ഇതുണ്ടോ, ഇതിൻ്റെ സൈഡ് ഇതുണ്ട്, ഈ കാണുന്ന ഭാഗം കണ്ടോ, ഇതിൻ്റെ ഈ ഒരു സൈഡ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ. ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ കുറേ വലിച്ച് നൂർത്തിയാക്കി. ഇനി ഇത് പെയിന്റ് അടിച്ചാൽ ഇതുണ്ടോ, ഇതുണ്ട് ഈ ഒരു സൈഡ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ഉണ്ടോ, ഈ ഒരു സൈഡ്. ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് പെയിൻ്റ് അടിച്ച് ലെവലാക്കേണ്ട, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ പിന്നെ എന്ത് കാര്യമുണ്ടല്ലോ നിങ്ങളോട് അതേപോലെ പറയും. അതാണ് ഞങ്ങളുടെ രീതി. അല്ല ഞങ്ങൾ ഇതുകൊണ്ട് ഒതുക്കത്തിൽ കൊണ്ട് അടിക്കുന്നതല്ല. ഡൽഹിയിൽ ഓടിയ വണ്ടികൾക്കെല്ലാം പോറലുണ്ടാവും. ഇത് മെയിൻ സംഭവം ഇവരാരുമല്ല, അതായത് ഇവനാണ് മെയിൻ സംഭവം. ഇതിന് അത്യാവശ്യം പണിയുണ്ട് കേട്ടോ. കാരണം
ഇത് അത്യാവശ്യം തുരുമ്പ് കയറി, അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് കയറി. അതായത് ഇതിന്റെ പെയിന്റിന്റെ കളർ മാറിയ ഭാഗങ്ങളില്ലേ, ഇതൊക്കെ പെയിന്റ് അടിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ പാച്ച് വർക്ക് ചെയ്തപ്പം അത് പുട്ടി അടിച്ച് എല്ലാ സാധനം ചെയ്യേണ്ടായിരുന്നു. നമ്മളൊന്നും ചെയ്തില്ല. അന്ന് നമ്മള് ഒരു സ്പ്രേ പെയിന്റ് വാങ്ങി ചിച്ചിക്കുന്ന അടിച്ച് എല്ലാ ഭാഗങ്ങളും നമ്മള് ഞങ്ങൾ അപ്പം തന്നെ എതിർത്തു. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞേ സ്പോട്ട് ഇടുക എന്ന് പറയൂലേ, അതിന് പെയിന്റ് അടിക്കുന്ന സ്പോട്ട് ഇട്ടേക്കുന്നത്. ഞാൻ പറഞ്ഞേ സ്പോട്ട് ഇട്ട് അടിച്ചു തന്നാ മതി. പറ്റൂല, ഫുള്ളായിട്ട് തന്നെ അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അടിക്കണ്ടെങ്കിൽ ഇതിനൊക്കെ ഇവിടെ ഇതുണ്ട്, ഇവിടെ പാച്ചുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാച്ചുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ തുറന്ന എന്റെ പ്രായമുണ്ട് ഈ വണ്ടിക്ക്. എത്ര ലക്ഷം ഓടിയെന്നറിയാം? 3 ലക്ഷത്തി. ഞാൻ അപ്പുറത്തോടെ കാണിച്ചു തരാം കേട്ടോ. 3 ലക്ഷത്തി സംതിങ് ഈ വണ്ടി ഓടിയുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗങ്ങൾ, അങ്ങനെ ഒരുപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി ലെവലാക്കി മാറ്റി കാണാൻ. പക്ഷേ ഇതുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആകെ പാച്ച് കയറിയെന്ന് വെച്ചൊരു ഇതാണ്. ഇതുണ്ട് കയറി ഞാൻ വെച്ചാ വെൽഡ് ചെയ്ത ഊരി പോവായിരുന്നു. കേട്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അത് പിന്നെ ലൂസായി പോകുന്നുണ്ട്, വെൽഡ് ചെയ്തു. അല്ല, ഇത് കാണുന്ന സമയത്ത് ഊരി പോന്നാൽ ഞങ്ങൾ അങ്ങ് ഇതടിച്ച് വെൽഡിങ് അടിച്ചു. അപ്പോൾ ഏകദേശം എത്ര ദിവസത്തിൽ തരും? കമ്മ ഇത് 1 മാസം എടുത്തോ? 1 മാസം. ഒരാഴ്ച 3 ആയിരിക്കുകയാണ്. നിങ്ങളൊരു കൊളുത്ത് തന്നെയാണല്ലോ. എല്ലാം പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഇത് എന്തായാലും നല്ല സമയം എടുക്കും കേട്ടോ. കാരണം സംഭവം അത്യാവശ്യം നല്ല പണിയുണ്ട്, കുട്ടികൾക്കുണ്ട്, കുട്ടികൾക്കും കാര്യങ്ങളുണ്ട്. പിന്നെ അതിന് രണ്ടിനും വലിയ പരിപാടികൾ സംഭവങ്ങളില്ല. ചെയ്താൽ മതി. ചേട്ടാ അവനോട് പറഞ്ഞു ഈ കളർ ചേഞ്ച് ഉള്ള സ്ഥലങ്ങളിൽ മൊത്തം വലിച്ചു. അതാ മറ്റേ ഇതിട്ടാക്കുന്ന പറയാം. മറ്റേ കുട്ടിയല്ല, കുട്ടിയിട്ടില്ല. എന്നെ അതിന് പറയുന്നത് പെയിന്റ് അടിക്കാൻ വേണ്ടി ഗ്രൈൻഡ് ചെയ്ത് അത് നിങ്ങൾക്ക് സ്പോട്ട് ഇട്ട് വെച്ചാക്കുന്ന ഞാൻ അറിയാൻ വേണ്ടി. വേറെ കളറില് കണ്ടില്ലേ, ഈ കറക്റ്റ് കളർ കിട്ടിയില്ല കേട്ടോ. അല്ലാതെ നമ്മൾ പെയിന്റ് അടിക്കൂലായിരുന്നു. കണ്ടില്ലേ, വേറെ കളറായി പോയി. നമ്മൾ ടെസ്റ്റ് എന്തായാലും പിടിക്കും അല്ലേ. അപ്പോൾ ഇത് ടെസ്റ്റും സാധനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ചേട്ടന്മാരുടെ അടുത്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരാഴ്ച കൊണ്ട് മറ്റ് 2 വണ്ടി എടുക്കാം. അപ്പം നമുക്ക് ഇവരുടെ വേറൊരു ഷോപ്പുണ്ട്. അത് എവിടെയായിട്ടാണ് കറക്റ്റ് ഓപ്പൺ ആകുന്നത്? തലശ്ശേരി എവിടെയാണ്? 3-ാം മൈൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു നമ്മളന്ന് പോളയും സംഭവങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇനി 1 മാസം കൂടെ എടുക്കുന്നു. 1 മാസത്തിലേക്ക് കട ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയാം. എൻ്റെ ഞാൻ അവിടെ പോളിഷിനും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ആയിട്ട് നമുക്ക് പോവാം നിങ്ങൾ. യെസ്. അപ്പോൾ ഒരു 7 ദിവസം കഴിഞ്ഞ് നമുക്ക് വരാം. ഇത് ചേട്ടൻ്റെ ഒരു സ്ഥാപനമാണ്. ഇത് ഏത് റൂട്ടായിട്ടാ? കൊട്ടി റോഡിൽ നമ്മുടെ സ്ഥാപനം നിൽക്കുന്ന എവിടെയാ? ചിറ്റാരിപ്പറമ്പ്. ഇതിന്റെ പേര് മാറ്റുമല്ലേ? എന്നാ പേര്? ഇനി വരുന്ന പേരെന്നാ? ഇനി ഓട്ടോ ഗ്ലോ എന്നാക്കോ? നിങ്ങൾ രണ്ടും കൂടെ ചേർന്നുണ്ടാക്കലോ? ഇവിടെ പെയിന്റിംഗ് ഇല്ല. ഇപ്പൊ പെയിന്റിംഗ് കൂടെ വരുന്നുണ്ട്. ഇനി പെയിന്റിങ്ങും വാഷിങ്ങും ഇവിടെ ഇവിടെ ഉണ്ടോ? അപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഓ, ഇവിടെ അത് തന്നെ വരാൻ പോവല്ലേ? പിന്നെ പെയിന്റിങ്ങും ഗൈസ് നോക്കൂ. ഇപ്പോൾ ചേട്ടന്മാരുടെ ഇന്നോവയിൽ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഇനി ബാക്കി ഇവരെ കൈകാര്യം ചെയ്തോളൂ. നമ്മുടെ സാധനങ്ങളൊന്നും എടുക്കാനില്ല, എല്ലാം എടുത്തു. സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു. ചാർജർ അങ്ങനത്തെ എല്ലാ സാധനവും എടുത്തു. ഗൈസ്, അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇത് ഓഫാക്കി എവിടെ കയറ്റി ഒതുക്കാൻ പറ. എലിയുടെ മരുന്നടിച്ചിട്ട് ഭയങ്കര മണമാണ്. ഇല്ല ഒരിക്കലും വരികയല്ല. എലിയുടെ ആ സാധനം അടിച്ചിട്ട് ലിബിൻ പറഞ്ഞാൽ ഭയങ്കര മണം, സഹിക്കാൻ പറ്റുന്ന മണം. കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര പോകുന്ന നേരത്തെ നിങ്ങൾ കണ്ടില്ലേ എലിയുടെ ഒരു സാധനം മേടിച്ചടിച്ച്? എല്ലാ വണ്ടിയും അടിച്ചല്ല, പക്ഷേ ഇതിന് കൂടുതൽ അടിച്ചു. ക്ലോത്തിനകത്ത് അടിച്ചോട്ടെ, അതാണ് മണം. ചേട്ടാ ഇതങ്ങോട്ട് ഒതുക്കി വെച്ചാൽ പറഞ്ഞു. ഇത് ഓഫാക്കി പിന്നെ സ്റ്റാർട്ട് ആവില്ല. പിന്നെ ഓഫാക്കിക്കോളാം പറ. നമുക്ക് പോവാം ദീ ചേട്ടാ. അറിയോ? ഓക്കെ. വിദേശ രാജ്യങ്ങളിൽ മാത്രം ഇംഗ്ലീഷ് ഇവിടെ ആകുമ്പോൾ നമ്മൾ ആരും അറിയിക്കാതെ. ഗൈസ്, എന്തായാലും നമുക്ക് നേരെ പോകാം. നമ്മുടെ ഓമിനിനെ കുട്ടപ്പനാക്കി എടുത്തു. ഓമിനിയിൽ ഒരു കളിയുണ്ട്, നിങ്ങൾ കണ്ടോ? ഇവിടുന്ന് പെയിന്റ് അടിച്ച് എല്ലാം സെറ്റപ്പായി ലുക്കായി ഇവരുടെ അടുത്ത് എടുത്തതിന് ശേഷം നമ്മൾ ഓമിനി ഒരു പണി നടത്തുന്നുണ്ട്. നമ്മുടെ വർക്ക്ഷോപ്പ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ ഓമിനിലൊരു കളി കളിക്കും. അതായത് സാധനം ഇറക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യം 50% നടക്കുന്നുണ്ട്, 50% നടന്നില്ല. അതെ, 50% നടക്കുന്നുണ്ടല്ലോ. ബാക്കിയുള്ള പലരും പറയുന്ന പലതും നടക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. യാഥാർത്ഥ്യമായ കാര്യമാണ് ദീപചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ പണിത് എന്തായാലും വരട്ടെ, എന്നിട്ട് വേണം ബാക്കി. ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ കേട്ടോ, നല്ല വണ്ടിയാ ഓടിക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ അല്ലേ ഏട്ടാ, രാജകൊട്ടാരം അല്ലേ ഏട്ടാ? അല്ലേ, രാജകൊട്ടാരം കേട്ടോ. ഈ അക്കോട് എന്ന് പറഞ്ഞ സാധനം അതൊരു സംഭവം അല്ലേ? നിങ്ങളെ വലിയ കമ്പ് അടിച്ച് ചാടി വന്നപ്പോ
അറിയുന്നില്ല സൗണ്ട് കേൾക്കും പറഞ്ഞില്ലേ കട്ടുകാടി അത് അറിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത് അതിന്റെ ഇടയ്ക്ക് ഒരു കുനിഷ്ട് അറിയുന്നില്ല. ഗൈസ് എന്തായാലും നമ്മുടെ വണ്ടി ചേട്ടന്മാർ നമുക്ക് ഉടനെ തന്നെ പണിത് തരും. ഗൈസ് ഇതെന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്ത് പറ്റിയാലും നമ്മുടെ എല്ലാ വണ്ടി നഷ്ടപ്പെട്ടു പോയാലും അവസാനം ഇത് മാത്രം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ കയ്യിൽ. അതങ്ങനെയാണ് എല്ലാ സമയത്തും അങ്ങനെയാണ് ഈ വാഹനം എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ കളിയാക്കി ചോദിച്ചു കൊടുക്കുന്നുണ്ട്, ചേട്ടൻ വയറ് നിറച്ചും കൊടുത്തു. കൊടുത്തില്ലേ? കൊടുത്തു. പുള്ളി എന്നാ ചോദിച്ചോ കൊടുക്കുന്നല്ലേ? നീ കൊടുത്തില്ലേ? ബെൻസിന്റെ നമ്മൾ പൊളിക്ക് കൊടുക്കാൻ വേണ്ടി ഇല്ല, ബെൻസ് വിറ്റേ. അപ്പൊ അതിനകത്ത് പൊളിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ ഇത് പൊളിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന്. കൊടുത്തു. കിട്ടിയില്ലേ? കിട്ടി, കൊടുത്തു, ചോദിച്ചു വാങ്ങിയതാ. അപ്പൊ അങ്ങനെയാണ് ഗൈസ് കാര്യങ്ങൾ. എന്തായാലും നമുക്ക് നേരെ പോയേക്കാൻ കൊണ്ടുപോകും. നമുക്ക് പോവാണ്, നമ്മൾ നേരെ ഇരട്ടിക്ക് പോവാണ്. ഇത് മാറ്റിയിടണോ? ആ ഈ വണ്ടി അങ്ങോട്ട് മാറ്റി കൊടുക്കണമെന്ന്. മാറ്റി കൊടുക്കട്ടെ. ഗൈസ് നോക്കൂ, തിരിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്രോക്സിമേറ്റ് ഇവിടെ നമുക്കൊരു 1 മണിക്കൂർ പ്രതീക്ഷിക്കാം, കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാവില്ല പോകുന്ന വഴിക്ക്. അങ്ങനെ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇത് തന്നെയാണ് ഞാൻ ഒരു വട്ടം കൂടെ പറഞ്ഞത്, വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഫൈനലി നമ്മളങ്ങനെ നേരെ കൂത്തുപറമ്പ് ലക്ഷ്യമാക്കിയാണ് സുഹൃത്തുക്കളെ സഞ്ചരിക്കുന്നത്. മിസ്റ്റർ ലിബിൻ, yes, I am back. what will do here? Here is sitting in the back. yeah ഗൈസ് ഇംഗ്ലീഷുകാർ ഈ 2 വാക്ക് കണ്ടുപിടിച്ച് നമ്മൾ തെണ്ടിപ്പോയാണ് കേട്ടോ. എന്തായാലും നേരെ ഫ്രണ്ടിലേക്ക് പോവാം. ഗൈസ് നമ്മുടെ ഫോണിന് പിന്നെ ഇതില്ലായിരുന്നു കേട്ടോ, അതായത് സ്ക്രീൻ ഗാർഡ്. ഫൈനലി ഞാൻ ലിബിനും കൂടെ പോയി ഒട്ടിച്ചു, 2 എണ്ണത്തിന് ഒട്ടിച്ചു. ഇത് ഇവിടെ നിന്നാട്ടോ ഒട്ടിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകണമെങ്കിൽ നല്ല ബ്ലോക്കാണ്. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇരട്ടിയുടെ ഏറ്റവും വലിയ വിഷയം വണ്ടി തിരിച്ചു തിരക്ക്. ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ 2 സിഗ്നൽ ഉണ്ട്. ആ 2 സിഗ്നൽ ഓഫ് ആയതുകൊണ്ടാണ് ഇത്ര ബ്ലോക്ക് കുറവ്, അല്ലെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. ഇതെന്നെ സംഭവം എന്ന് പറയാം, ഇവിടെ നേരെ കയറിയിട്ട് ടൗണിലോട്ട് പ്രൈവറ്റ് ബസ്സിൽ തിരിയുമ്പോൾ കൊച്ചു വണ്ടികളെല്ലാം അവിടെ ബ്ലോക്ക് ആവും. അങ്ങനെ മൊത്തം ഇരട്ടി മൊത്തം ബ്ലോക്ക് ആവും. ഞങ്ങളെല്ലാം പരിപാടി കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഫുട്ബോൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ നടക്കുന്നത് കാണാൻ വേണ്ടി വന്നാ. അപ്പോൾ ഇന്ന് ആരൊക്കെ കളി ഏതാ ഞാൻ കറക്റ്റ് അറിയത്തില്ല. ഒന്ന് അങ്ങാടിയാണ് അറിയത്തില്ല. ഗൈസ് പുള്ളിയുടെ ഒരു എന്നാ പറയുക, ഞങ്ങൾക്ക് പണ്ട് പോലെ ഉണ്ടായിരുന്ന ഒരു പ്രാന്താണ് ഈ പിന്നെ ഫുട്ബോൾ പ്രാന്ത് എന്ന് പറയുന്ന സംഭവം. 5 മണിയാകുമ്പോൾ കാലിങ്ങനെ തരിച്ച് കയറുമായിരുന്നു. ഗൈസ് ഒരു പ്രത്യേക ഫ്രെയിം നോക്കി, ഇവിടുന്ന് സൂര്യൻ ഇറങ്ങുന്നു, ഇത് ഇവിടെ കളി തുടങ്ങാൻ പോകുന്നു. ഇനിയുണ്ടല്ലോ എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു 10 വർഷത്തിനുള്ളിൽ ഇതൊക്കെ തീരുമാനമാവും. ഇതൊക്കെ ഇനിയിപ്പം ആ ഒരു യൂത്ത് കഴിഞ്ഞാൽ യെസ്, നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരോ സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ എന്താണ് സംഭവം, സത്യം പറഞ്ഞാൽ ഇതൊക്കെ വേണം കേട്ടോ. ഭയങ്കര ആവേശം ഒരു സംഭവം. ഇപ്പം തന്നെ ഞങ്ങൾ അങ്ങ് പോയിട്ട് ഒരു എന്താ പറയുക ആവേശം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നാ നോക്കിയേ. ഇപ്പം കളി തുടങ്ങി. എനിക്ക് വന്ന് അങ്ങാടിക്കടവും ഇപ്പം വിളിച്ചു പറയുമല്ലോ ആരാന്നുള്ളത്. അങ്ങാടിക്കടവൊന്നുമല്ല, അതെ അങ്ങാടിയാ, അതെ അവൻ അങ്ങാടിക്കാരനാ. ഈ പുള്ളി അങ്ങാടിക്കാരനാടാ. അതെ അതെ, എൻ്റെ സൂം ലെൻസ് കറക്റ്റ് നോക്കുക, എത്തി വലിഞ്ഞു നോക്കുന്നുണ്ടോ, പുള്ളി തുള്ളുന്ന പുള്ളിയുണ്ടോ, പുള്ളി അങ്ങാടിക്കാരനാ. അങ്ങാടി കണ്ണൂരുമായിട്ടാണ് കളി. അവിടുന്ന് അവൻ കൈയൊക്കെ വീശി കാണിക്കണം. നോക്കിയേ, ചിരിയൊക്കെ നോക്കിയാ അവൻ്റെ. ഗൈസ് എന്താണെന്ന് ഞാൻ കറക്റ്റ് അറിയത്തില്ല. ഞങ്ങളൊരു അതിനാ ഞാൻ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആര് ജയിച്ചാൽ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കേണ്ട പരിപാടിയാണ് ഫുട്ബോൾ. ആരായാലും ജയിച്ചാൽ പോരെ. ഇപ്പം ഏതാനും നിമിഷങ്ങളിൽ കളി തുടങ്ങും കേട്ടോ. ഏതാനും നിമിഷങ്ങളിൽ കളി തുടങ്ങുന്നതാണ്. ഇന്നത്തെ കളി തീവാറും കളിയാണെന്ന് ഞാൻ ലിബിനോ വിശ്വസിക്കുക. അതെ 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 അതെ, നല്ല മൂവിൻ്റെ സ്പ്രേയും കൊണ്ടൊക്കെ പോകുന്നു. പാറും 2 പേർക്ക് അങ്ങാടിക്ക് ഇത് കിട്ടി, കണ്ണൂരിന് അത് കിട്ടി. നടുക്ക് പോയി നല്ല കളി ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങേറ്റത്ത് പോകാം, നമുക്ക് അങ്ങേറ്റത്ത് പോകാം. ചേട്ടേ നിങ്ങൾ പോക്കോ, വണ്ടിയിൽ സാധനം എടുക്കാനില്ലേ? അന്ന് 5 മിനിറ്റ് കഴിഞ്ഞു പോവാം. അങ്ങേറ്റം പോകാം, നമുക്ക് ഇതിൽ ഇറങ്ങി അങ്ങ് അറ്റത്തോട്ട് പോവാം. പുറത്തുപോയി കയറൂല. 10 അട്ടിയത് കൊടുക്കടാ കൊടുക്കടാ. പൊട്ടിക്കാന്ന് എനിക്ക് തോന്നുന്നു. കൊടുക്കടാ, പക്ഷെ എപ്പുറത്തോടെ കയറിയാൽ മതിയായിരുന്നു. നോക്കട്ടെ ഗൈസ്, നോക്കൂ ഞങ്ങൾ കളി കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഓരോ പക്ഷത്താണല്ലോ ഗൈസ്.
ഗൈസ് കളി നല്ല രസമുണ്ട് കേട്ടോ, അത്യാവശ്യം രസമുണ്ട്. ഇനിയും ഫസ്റ്റ് ഹാഫ് കഴിച്ചിട്ടില്ല, കഴിയുമ്പോൾ ഞങ്ങൾ ഗോൾ വിടാൻ കളി മാറുക. ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളോ സംഭവങ്ങളോ ഒന്നും വീണിട്ടില്ല കേട്ടോ. ഗോള് വീഴാൻ വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. രണ്ട് ടീമും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഗോൾ വീഴാൻ ഭയങ്കര ഫൗളായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു, അവൻ ഡെയിലി കാണുന്നതാണ്. നീ കളിയെല്ലാം കണ്ട് ഞങ്ങൾ നേരെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി, അവർ ഞങ്ങളെ കൊണ്ടുവിട്ടു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കയറാം. സാധനങ്ങളൊക്കെ എടുത്തോ? സാധനമെല്ലാം എടുത്തു. പണി സാധനങ്ങൾ മൊത്തം ചാർജർ ആൻഡ് എല്ലാ സാധനവും എടുത്തു. ബൈ മീറ്റ് അഗൈൻ ചേട്ടാ, മീറ്റ് അഗൈൻ. ഓക്കെ ഗൈസ്, ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് പോയപ്പോൾ വണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ ചേട്ടന്മാർ നമ്മളെ ബൈ ബൈ ഗൈസ്. നോക്കൂ, ഫൈനലി ഞങ്ങൾ നേരെ വീട്ടിൽ കയറുന്നു. ഒരു കൊറോള. ഓ മൈ ഗാഡ്, മൈ എൻഡവർ ഗൈസ് ഹിയർ. നിങ്ങൾക്ക് എൻ്റെ ഓടിക്കണോ? ഓടിച്ചോ. ആ അപ്പോൾ കാണാം. ഇനിയിപ്പം ഇവിടെ ഒരു കൊറോള ഉണ്ട്, അത് ജോസ്മി സാറിന് വേണമെന്ന് പറഞ്ഞിട്ട് സാറിന് കൊടുക്കണം. അപ്പം ദിവ്യചേട്ടൻ അതും കൊണ്ട് പോകും. നമ്മുടെ എല്ലാ നോക്കിയേ, ഇത്രയും വണ്ടി പോയപ്പോൾ എന്ത് സ്ഥലമായി നോക്കിയേ. ശൂന്യതയായി വീടിന്. അത് ശരി, അതിന് ശ്രദ്ധിച്ചോ? അല്ല ചേട്ടാ, ശൂന്യതയായിപ്പോയി. അതാണ് ഈ വണ്ടി ഉള്ളപ്പോൾ വണ്ടി പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇത്ര ഫീലിങ്സ് ആണ്. നമ്മൾ പിന്നെ ചിന്തിക്കുന്ന ഗതികേട് ദൈവം അങ്ങനെയൊക്കെ നിശ്ചയിച്ച് പോയെന്ന് വിചാരിക്കും. അതിനെ കുറിച്ച് കാര്യം പറഞ്ഞേ, ചില സാധനങ്ങളെ നമ്മൾ ചില സമയത്ത് കൊടുക്കുക വെച്ചാൽ കൊടുക്കുക, പിടിച്ചോണ്ടിരിക്കരുത്. പിന്നീട് നമുക്ക് അതിൻ്റെ ഇരട്ടിയുള്ള സാധനം വാങ്ങാം. ഈ പിടിച്ചോണ്ടിരുന്നിട്ട് ഫുള്ള് കടമായി കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കൂല. ഗൈസ് നോക്കൂ, അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു. ഈ വീഡിയോ ഇവിടെ അവസാനം വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. നമസ്കാരം. അല്ലടോ, അതാണ് ഗൈസ്